ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ വർക്ക് എനർജി പവർ എന്ന പാഠത്തിലെ ഒരു പ്രോബ്ലമാണ്. അതിനു മുന്നേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യത്തിലോട്ട് പോകാം. 100 ഗ്രാം മാസമുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുക. നമുക്ക് ജിയുടെ വാല്യൂ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് നമുക്ക് എടുത്തെഴുതാം. ആദ്യം നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് 100 ഗ്രാം മാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാസ് നമ്മൾ എം എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എം ഈക്വൽ ടു 100 ഗ്രാം. നമ്മളെപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ SI യൂണിറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ മാസിന് SI യൂണിറ്റ് കിലോഗ്രാം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റുന്നു. അതായത് 100/1000 ചെയ്യുമ്പോൾ നമുക്ക് കിലോഗ്രാമിലോട്ടുള്ള വാല്യൂ കിട്ടും. അതായത് ഇവിടെ 0.1 കിലോഗ്രാം എന്ന് കിട്ടും. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു 1 മീറ്റർ ഉയർത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് H എന്ന് പറയുന്നത് ഹൈറ്റ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. അവിടെ നമുക്ക് യൂണിറ്റിൽ മാറ്റമൊന്നും വേണ്ട, മീറ്റർ തന്നെയാണ്. അതുപോലെ ജിയുടെ വാല്യൂ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് വർക്ക് കാണാനുള്ള ഇക്വേഷൻ, അതായത് പ്രവൃത്തി കാണാനുള്ള ഇക്വേഷൻ mgh ആണ്. നമുക്ക് ഡയറക്റ്റ് വാല്യൂസ് ഇട്ട് കൊടുക്കാം. 0.1 ഇൻറ്റു 10 ഇൻറ്റു 1. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 1 എന്നാണ് ആൻസർ കിട്ടുന്നത്. വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്. അപ്പോൾ ആൻസർ 1 ജൂൾ.